ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടിയൊക്കെ വാട്ടി കൊണ്ടുവന്നതാട്ടോ. അപ്പോൾ നമ്മൾ പൊടി അടുപ്പത്ത് വെച്ച് വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച വെള്ളത്തിലേക്ക് പൊടിയിട്ട് വാട്ടിയാണ് എടുക്കുന്നത്. ആ വെള്ളത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് ആ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ആവശ്യത്തിന് പൊടിയിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് 5 മിനിറ്റ് സിമ്മിലിട്ടിട്ട് അടച്ച് വെച്ചേക്കൂട്ടോ. അപ്പോൾ പൊടി നന്നായിട്ട് വെന്ത് വരും. അങ്ങനെ വേവിച്ചെടുത്തിട്ടുള്ള പൊടിയാട്ടോ ഇത്. വേവിച്ചതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. എന്നിട്ട് പിന്നെ അത് കുഴയ്ക്കാനായിട്ട് എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ കുഴച്ചാലാണ് പത്തിരിക്ക് നല്ല മയം കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ കൈകൊണ്ട് ഇങ്ങനെ തൊടുമ്പോൾ നല്ല പൊള്ളും. അതുകൊണ്ട് ഞാൻ കണ്ടുപിടിച്ച ഒരു ഐഡിയ ആട്ടോ. ഇവിടെ ഒരു കയ്യിലുണ്ട്, അത് വെച്ചിട്ട് കുറേ നേരം ഇങ്ങനെ കാണിക്കുമ്പോഴത്തേനും അതിൻ്റെ ചൂടൊക്കെ പോയി കിട്ടും. പിന്നെ ആ കയ്യിലിൻ്റെ അടിയിൽ പിടിക്കാതിരിക്കണമെങ്കിൽ ഇടയ്ക്കൊന്ന് വെള്ളത്തിൽ മുക്കി കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ അതിൻ്റെ ചൂടൊക്കെ ഒരു പാകമായി നമുക്ക് കൈകൊണ്ട് കുഴയ്ക്കാൻ പാകത്തിനാകുമ്പോൾ പിന്നെ ഞാൻ കൈവച്ച് കുഴച്ച് മയപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഇതിങ്ങനെ ഉരുണ്ട പിടിച്ച് വെച്ചാൽ മതി. അപ്പോൾ മോൾ എനിക്ക് പ്രസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഉരുണ്ട ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ പത്തിരി ഉണ്ടാക്കൽ കുറച്ച് സമയം പിടിക്കണ പണിയാണ്. പക്ഷേ എല്ലാവരും കൂടി ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കഴിഞ്ഞും കിട്ടും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഞാനത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പണ്ടത്തെ ഒരു കാര്യം എനിക്കിങ്ങനെ ഓർമ്മ വരാം കേട്ടോ. ഞാൻ ഹോസ്റ്റലിൽ പഠിച്ച സമയത്ത് അവിടെ ഇങ്ങനെ പത്തിരി ഉണ്ടാക്കും നോമ്പിൻ്റെ സമയത്ത്. അപ്പോൾ ക്യാൻറ്റീനിലുള്ള ഇത്താമാർക്ക് അങ്ങനെ എല്ലാ കുട്ടികൾക്കും ഒരുപാട് ഉണ്ടാക്കണമല്ലോ, കുറേ പത്തിരി ഉണ്ടാക്കണം, ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവരെ കൊണ്ട് മാത്രം കൂട്ടിയാൽ കൂടില്ല. അപ്പോൾ നമുക്ക് ഈ പത്തിരി ഉണ്ടാക്കുന്ന ദിവസം മാത്രം അവർ നമ്മളെ ഹെൽപ്പിന് വിളിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ഉരുണ്ടകളും ഇട്ട് വെച്ചിട്ടുണ്ട്. പ്രസ് ചെയ്യാനായിട്ട് മോള് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിലുള്ള വലിയ ടേബിളുകൾ കൂട്ടിയിട്ടിട്ട് വലിയ ഷീറ്റുകൾ കൊണ്ടുവന്ന് ആ ടേബിളും ഇങ്ങനെ വിരിക്കും. എന്നിട്ട് ഇവർ ഈ വാട്ടി കുഴച്ച് കൊണ്ടുവന്ന പൊടി ഓരോ കൂന ഓരോ സ്ഥലത്ത് ഇങ്ങനെ വെച്ചേക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഓരോ ബാച്ചായിട്ട് പോയിട്ട് ഇങ്ങനെ കുഴച്ച് കൊടുക്കും. അപ്പോൾ ഈ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിട്ട് അവർ നമ്മളെ ഹെൽപ്പിന് വിളിക്കാറുള്ളൂ. അല്ലാതെ ഇഡലി, ദോശ, പുട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ദിവസമൊന്നും നമ്മളെ വിളിക്കില്ല. ഈ പത്തിരി ഉണ്ടാക്കുന്ന ദിവസം ഹെൽപ്പിന് വിളിക്കും. അപ്പോൾ ഓരോ 8ാം ക്ലാസ്സിലെ കുട്ടികൾ കുഴച്ച് കൊടുക്കും, 9ാം ക്ലാസ്സിലെ കുട്ടികൾ ഉണ്ട പിടിച്ച് കൊടുക്കും, 10ാം ക്ലാസ്സിലെ കുട്ടികൾ പരത്തി കൊടുക്കും. പരത്തി വെച്ച് കഴിയുമ്പോൾ ഇത്താമാരത് കൊണ്ടുപോയിട്ട് അവരാണ് പിന്നെ ചുട്ടെടുക്കണത് കേട്ടോ. അപ്പോൾ നമ്മുടെ പത്തിരി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനപ്പോൾ അവൾ പൊടി മുട്ടിയിട്ട് പൊടിയിലാക്കി പത്തിരി പരത്തി വെച്ചത് ഞാൻ പൊടി തട്ടി ഇങ്ങനെ ചുട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ 4 അടുപ്പിലേക്കും 4 പാൻ അങ്ങോട്ട് വെച്ച് കൊടുത്തതാണ്. അപ്പോൾ പെട്ടെന്നാവുമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ പാനിലിട്ട് ഞാൻ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹോസ്റ്റലിൽ വെച്ചിട്ടപ്പോൾ നല്ല രസമായിട്ട് ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ നമ്മൾ വിചാരിക്കും ഇത് കുറേ പൊടി ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഓരോ ബാച്ചായിട്ടാണല്ലോ ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ കളിയും ചിരിയും തമാശയൊക്കെ ആയിട്ട് അതിങ്ങനെ കുഴച്ച് കഴിയുമ്പോൾ പറഞ്ഞ നേരം കൊണ്ട് അത് കുഴച്ച് കഴിയും കേട്ടോ. നമുക്ക് 8ലെ കുട്ടികൾ കുഴച്ച് കൊടുത്താൽ മതിയല്ലോ. പിന്നെ ബാക്കി 9ലെ കുട്ടികളാണ് ചെയ്യണത്, അതിൻ്റെ ബാക്കി 10ലെ കുട്ടികളാണ് ചെയ്യണത്. അപ്പോൾ പറഞ്ഞ നേരം കൊണ്ട് പത്തിരിയുടെ പണി കഴിഞ്ഞ് ഇത്താമാരും ഹാപ്പിയാവും, നമ്മളും ഹാപ്പിയാവും. നമുക്കിങ്ങനെ ഹോസ്റ്റലിലൊന്നും നമ്മളങ്ങനെ ജോലികളൊന്നുമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് കിട്ടണ ചാൻസ് ആട്ടോ ഇങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പോൾ എല്ലാവർക്കും നല്ല ഹാപ്പിയാണ്. അങ്ങനെ അതൊക്കെ ഓർത്തു കേട്ടോ. ഇപ്പോൾ അന്ന് അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ലല്ലോ. പിന്നെയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അതിരുന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണോ സങ്കടമാണോ എന്തൊക്കെയോ ഒരു ഫീലിംഗാണ്. അന്ന് കൂടെ പഠിച്ച കുട്ടികളെ ഒന്നും ഇപ്പോൾ കണ്ടാൽ പോലും അറിയുമെന്നറിയില്ല, എത്രയോ വർഷങ്ങളായി. പക്ഷെ ഇപ്പോൾ പത്തിരി ഉണ്ടാക്കിയപ്പോൾ അത് ഓർമ്മ വന്നു. പിന്നെ പത്തിരിക്ക് കറി ഉണ്ടാക്കിയത് ബീഫ് കറിയാണ്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ബീഫ് കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പത്തിരിയും ബീഫൊക്കെ റെഡിയാക്കി ആ ജോലി വലിയ ജോലിയൊക്കെ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കിട്ടിയ പപ്പായ കേട്ടോ. അപ്പോൾ ഞാനത് രാവിലെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഞാനതിപ്പോൾ ചെത്തി ക്ലീനാക്കി എടുത്തതാണ്. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു നന്നായിട്ട് തണുത്തോട്ടെ എന്ന് വിചാരിച്ച്. തോലൊക്കെ കളഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചായിരുന്നു. അങ്ങനെ അതൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ സ്നാക്കായിട്ടൊന്നും ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല. സമൂസ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായി. അപ്പോൾ അതും പ്ലേറ്റിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാങ്ക് കേൾക്കാനൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ജ്യൂസ് അടിച്ചത് ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കുകയാണ്. അത് കഴിക്കാൻ നേരത്തെ എടുത്താൽ മതി, തണുപ്പ് പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് അത് എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതിപ്പോൾ രാത്രി ആട്ടോ. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഐസ്ക്രീം വാങ്ങി വെച്ചിട്ടുണ്ടായി. അപ്പോൾ അത് കഴിച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ച് അത്
അമുലിൻ്റെ ഐസ്ക്രീം ഓഫറിന് കിട്ടിയതാട്ടോ. ബട്ടർ സ്കോച്ചിൻ്റെ 1+1 ഓഫറായിരുന്നു. അപ്പോൾ അത് വാങ്ങിയതാണ്. അങ്ങനെ പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.